ഇസ്രായേൽ എന്ന വംശം ഒരു ജനതയായി വാഗ്ദത്ത നാടിനെ അവകാശമാക്കിയ ശേഷം അവരുടെ ഇടയിൽ നിലനിന്നിരുന്നത് രണ്ട് തരം അധികാര സ്ഥാനങ്ങളാണ്. ഒന്ന് രാജകീയ അധികാരവും, രണ്ട് പൗരോഹിത്യ അധികാരവും. ഇവ രണ്ടും സമ്പൂർണമായും ദൈവിക അധികാരത്തിനു മുമ്പിൽ പരാജയപ്പെട്ടവയാണെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായിരുന്ന ശൗലിന് തൻ്റെ രാജസിംഹാസനത്തിന് ഇളക്കം തട്ടുന്നു എന്ന ഭയമുണ്ടായപ്പോൾ തന്നിൽ പ്രവർത്തിച്ച ദുരാത്മാവ് തൻ്റെ പ്രവൃത്തികളിലൂടെ തന്നെ ദൈവിക അധികാരത്തിൽ നിന്നും അകറ്റുന്നു. ദൈവിക അധികാരം തന്നിൽ നിന്നും ദാവീദ് എന്ന ഇടയ ബാലനിലേക്ക് കൈമാറിയെന്ന് തിരിച്ചറിയുന്ന ശൗൽ പിന്നീട് ദാവീദിന് നേരെ തൻ്റെ രാജകീയ അധികാരം പ്രയോഗിക്കുന്നു. തൻ്റെ കുന്തം ദാവീദിന് നേരെ എറിഞ്ഞുകൊണ്ട് പ്രതികാരം ചെയ്യുമ്പോഴും അവൻ്റെ മുമ്പിൽ ഇസ്രായേൽ ജനത പാടിക്കൊണ്ട് നടന്നു. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അവിടെ പിന്നീട് ശൗൽ എന്ന രാജകീയ അധികാരം ദാവീദ് എന്ന ദൈവിക അധികാരത്തിനു മുമ്പിൽ അടിയറവ് പറയേണ്ടി വന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം ചിതറിപ്പോയ ശിഷ്യഗണത്തെ നശിപ്പിക്കുവാൻ പൗരോഹിത്യ അധികാരവും കയ്യിലേന്തി യാത്ര തിരിച്ചവനാണ് ശൗൽ. യാത്രയിലുടനീളം സഭയെയും ശിഷ്യന്മാരെയും ഉപദ്രവിച്ചുകൊണ്ടാണ് ശൗലിൻ്റെ തുടക്കം. പൗരോഹിത്യ അധികാരത്തിനു മുമ്പിൽ ക്രിസ്തു ശിഷ്യർ ഒന്നടങ്കം പതറിപ്പോയപ്പോൾ ദമസ്കോസിൻ്റെ പടിവാതിക്കൽ പൗലോസിനു മുമ്പിൽ സാക്ഷാൽ ദൈവിക അധികാരം വെളിപ്പെട്ടു. അതുവരെ സഭയ്ക്ക് മുകളിൽ ആധിപത്യം നേടിയിരുന്ന ഇസ്രായേല്യ പൗരോഹിത്യ അധികാരത്തിനു മീതേക്ക് അന്ന് ക്രിസ്തുവിൻ്റെ ദൈവിക അധികാരം വ്യാപരിച്ചു. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത് എന്ന ക്രിസ്തുവിൻ്റെ ചോദ്യം അന്ന് കൊണ്ടത് പൗരോഹിത്യത്തിൻ്റെ നെഞ്ചിലേക്കാണ്. സഭയാകുന്ന ശരീരത്തെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ശൗൽ വേദനിപ്പിച്ചത് ക്രിസ്തുവിനെയാണ്. ഇവിടെ ക്രിസ്തുവിൻ്റെ ദൈവിക അധികാരത്തിനു മുമ്പിൽ പൗരോഹിത്യ അധികാരം കീഴടങ്ങപ്പെടുകയായിരുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ രാജാധികാരത്തിൻ്റെ പരാജയവും പൗരോഹിത്യ അധികാരത്തിൻ്റെ പരാജയവും ഒരേ പേരുകാരിൽ സംഭവിച്ചത് യാദൃച്ഛികമാകാം, അല്ലാതെ ആവാം. മാനസാന്തരപ്പെടാഞ്ഞ ശൗൽ രാജാവ് തൻ്റെ സിംഹാസനം നഷ്ടപ്പെട്ടവനായി വാളിന്മേൽ വീണ് കൊല്ലപ്പെട്ടു. മാനസാന്തരപ്പെട്ട പൗലോസോ വചനമാകുന്ന വാളിനാൽ അനേകരെ നേടി ക്രിസ്തു ശിഷ്യന്മാർക്കൊപ്പം തൻ്റെ സിംഹാസനം ഉറപ്പിച്ചു. രാജകീയവും പൗരോഹിത്യവുമായ അധികാരങ്ങൾ എത്ര തന്നെ വെല്ലുവിളി ഉയർത്തിയാലും ഒരിക്കൽ ദൈവിക അധികാരത്തിനു മുമ്പിൽ അവർക്കെല്ലാം അടിയറവ് വയ്ക്കേണ്ടി വരും.